നോട്ട് നിരോധനത്തിൽ ബിജെപി വൻ അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പുറത്തുവിട്ട ഒളിക്യാമറ ദൃശ്യങ്ങൾ മുക്കി ദേശീയ മാധ്യമങ്ങൾ. നോട്ട് നിരോധിക്കുന്നതിന് മുൻപ് തന്നെ വിദേശത്ത് നിന്ന് 3 സീരീസിൽ 1 ലക്ഷം കോടി രൂപയുടെ വ്യാജ നോട്ടുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഒന്നും തന്നെയും ഈ വാർത്തയെ വലിയ രീതിയിൽ ഏറ്റുപിടിച്ചിട്ടില്ല. വ്യാജ നോട്ടുകൾ വ്യോമസേന വിമാനത്തിലാണ് എത്തിച്ചതെന്നും പിന്നീട് അത് രാഷ്ട്രീയക്കാർക്ക് മാറ്റി നൽകിയെന്നുമാണ് കപിൽ സിബൽ ആരോപിക്കുന്നത്. വാർത്താ സംപ്രേഷണം ടെലികാസ്റ്റ് ചെയ്ത NDTV ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയതോടെ വാർത്ത മുക്കി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണുണ്ടായത്. മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളോട് മാധ്യമങ്ങൾ അകലം പാലിക്കുന്നതിനെ വാർത്താ സമ്മേളനത്തിൽ കപിൽ സിബൽ വിമർശിക്കുന്നുമുണ്ട്. നിങ്ങളുടെ മുതലാളിമാർ ഇത് സംപ്രേഷണം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളുടെ TV ഇത് കാണിക്കുമെന്ന്. പക്ഷേ അവർ ചെയ്യില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നോട്ട് നിരോധനമെന്ന് കോൺഗ്രസ് ആരോപണത്തിന് ബലം നൽകുന്ന ദൃശ്യങ്ങളാണ് കപിൽ സിബൽ പുറത്തുവിട്ടത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് രാഹുൽ റാത്തറേക്കറാണ് വീഡിയോയിൽ ഇടപാടുകൾ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് കപിൽ സിബൽ വാർത്താ സമ്മേളനത്തിലൂടെ തുറന്നുകാട്ടിയത്. അമിത്ഷായുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലുള്ള 26 പേരെയാണ് ഇതിനായി റിക്രൂട്ട് ചെയ്തതെന്നും രാഹുൽ റാത്തേക്കർ പറയുന്നു. പുതിയ കറൻസിയിലുള്ള ഊർജിത് പട്ടേലിന്റെ ഒപ്പ് 6 മാസം മുൻപ് പ്രിന്റ് ചെയ്യപ്പെട്ടതാണ്. വ്യാജ നോട്ടിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിവുണ്ടായിരുന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.